ദൈവത്തെ ഭയപ്പെടുകയും തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പുരുഷൻ്റെ ഊരുക്കളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അശ്വബലത്തിൽ അവനിഷ്ടം തോന്നുന്നതുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്ന, എന്നെ സഹായിക്കണമേ എന്ന് നിലവിളിക്കുന്ന, എനിക്ക് നീയല്ലാതെ ആരുമില്ല ദൈവമേ എന്ന് നിലവിളിക്കുന്ന നിന്നെ അവൻ മറികടന്നു പോവുകയില്ല. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകല ചരാചരങ്ങളും അവൻ്റെ സൃഷ്ടിയാണ്. നമ്മുടെ ദൈവം നമ്മെ സന്തോഷിപ്പിക്കുന്നത് തൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. ഇന്ന് പകൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന, നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന സകല വിഷയങ്ങളുടെ നടുവിൽ ഇടപെടുവാൻ ദൈവം സർവശക്തനാണ്. ദൈവത്തിനത് കഴിയും. ലോകം പറയുന്നത് നിങ്ങൾക്കത് കഴിയുമെന്നാണ്. എന്നാൽ ദൈവം പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അത് കഴിയുമെന്നാണ്. ദൈവഭക്തനായ ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവം എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു ജയമുണ്ട്. പ്രിയപ്പെട്ടവരെ, പുരുഷൻ്റെ ബലത്തിലൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. ആരാണ് ഈ ഭൂമിയിലെ ബലമുള്ള മനുഷ്യനെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ബലഹീനനാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളിൽ പ്രസാദമുണ്ട്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദമുണ്ട്. ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു. അതെ, നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. നിന്റെ ജീവിതത്തിലും ദൈവം പ്രസാദിക്കും. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകളുടെ വഴിയിൽ നടക്കുക, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ നിൻ്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ ഞാൻ പറയുന്ന മോറിയ മലയിലെ ഒരു ദേശത്ത് കൊണ്ടുപോയി യാഗം കഴിപ്പിക്കണം. ദൈവം അബ്രഹാമിനെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. നമ്മുടെ ദൈവം ജീവൻ എടുക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രാണനെ നൽകിയ ദൈവമാണ്. നമ്മുടെ പാപത്തെ മുഴുവനും ചുമന്ന് ക്രൂശിൽ മരിച്ച് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മൂന്നാം നാൾ മരണത്തെ ജയിച്ച് പാപത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദത്തോട് അബ്രഹാം അനുസരണം കാണിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നീ എൻ്റെ ഈ വാക്ക് അനുസരിച്ചതുകൊണ്ട്, നീ ഇത് ചെയ്തതുകൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക എന്നാണ്. പാപം ചെയ്യാതെ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുന്ന ഒരു അനുഭവത്തെയാണ് ഇവിടെ ഭയപ്പെടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ആ ദൈവത്തോടു കൂടെയുള്ള യാത്ര വിശുദ്ധമാണ്. ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളിൽ പ്രസാദമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ സൂക്ഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വഴികളിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുമ്പോൾ, അതെ, അതൊരു വലിയ അർത്ഥം വരുന്ന വചനമാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യരും നിലനിൽക്കുന്നത് അവൻ്റെ കരുണ കൊണ്ടാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ ദയയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാം പ്രാർത്ഥിക്കേണ്ടത് എന്നോട് കരുണയുണ്ടാകണമേ എന്നാണ്. തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുന്ന ഭക്തനിൽ ദൈവം പ്രസാദിക്കും. ഇന്ന് പകൽ
നിന്നെ ദൈവം മറികടന്ന് പോവുകയില്ല. എന്നോട് കരുണ തോന്നണമേ, എന്നെ സഹായിക്കണമേ എന്നുള്ളതിൻ്റെ പ്രാർത്ഥനയെ അവൻ മറികടന്ന് പോവുകയില്ല. യേശുവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിച്ച അനേകരുണ്ട്. എന്നെ സഹായിക്കണമേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച ആരെയും യേശു മറികടന്ന് പോയിട്ടില്ല. നിൻ്റെ വിഷയത്തെ അവനറിയാം, നിൻ്റെ അവസ്ഥകളെ അവനറിയാം, നിൻ്റെ ഭാരം അവനറിയാം. നീ നിലവിളിക്ക്, നീ അടങ്ങിയിരിക്കരുത്, ഉറക്ക നിലവിളിക്ക്. അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി മറുപടി കൽപ്പിക്കുന്ന ദൈവമാണ്. വിശ്വസിച്ച് വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.